ഇന്നത്തെ വീഡിയോയിലെ ഇൻട്രൊഡക്ഷനിലും എൻഡിങ്ങിലും മാത്രം ജസ്റ്റ് ലോട്ടറിയെ പറ്റി പറയാനുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു ആത്മീയ ചിന്ത, അത് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്നുള്ളൂ. ലോട്ടറി എടുക്കുന്ന വ്യക്തിക്ക് പ്രത്യക്ഷത്തിൽ അറിയാലേ അയാളുടെ കയ്യിൽ നിന്ന് ലോട്ടറി എടുക്കുമ്പോൾ 40 രൂപ നഷ്ടപ്പെടേണ്ടെന്ന് അല്ലേ. തൽക്കാലം 40 രൂപ നഷ്ടപ്പെടുത്തി എനിക്കൊരു ലോട്ടറി എടുക്കാൻ താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലേ. മറ്റു ചിലരാണെങ്കിൽ എനിക്കിതിൽ 100% വിശ്വാസമൊന്നുമില്ല അല്ലേ. ചിലർ പറയാൻ കേട്ടിട്ടില്ലേ, 365 ദിവസം നറുക്കെടുപ്പ് എടുക്കണമെങ്കിൽ 365 ഭാഗ്യശാലികളെ കാണണ്ടേ. ഈ വിറ്റ് പോകാത്ത ലോട്ടറി എന്നൊക്കെയാണ് ഈ നറുക്കെടുപ്പ് എടുക്കണ. ഇങ്ങനെ ചിന്തിച്ച് ചിലർ ലോട്ടറി എടുക്കാതിരിക്കും. മറ്റു ചിലരുണ്ട്, എനിക്ക് അത്യാവശ്യം കഴിവും ബിസിനസ്സും ജോബൊക്കെ ഇല്ലേ, ഇനി എനിക്കൊരു അനുഗ്രഹം നൽകണമെങ്കിൽ ഈ മേഖലയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലേ. കാശ് മുടക്കി ഭാഗ്യം പരീക്ഷിക്കാൻ തൽക്കാലം താല്പര്യമുള്ളതെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലേ. നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറച്ച് ലോട്ടറികളൊക്കെ എടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്കല്ലേ നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലൊരു മറുപടി ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആൻസർ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ OLX ഉള്ള ലോകത്തല്ലേ ജീവിക്കുന്നതെന്ന്. OLX അപ്പുറമല്ലേ ഒരു ആത്മീയ ചിന്ത, അതാണ് ഷെയർ ചെയ്യണത്. ജസ്റ്റ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ സിറ്റ് ഔട്ട്, ഹാള്, കിച്ചൺ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കി. ഈ ഹാള് തൊട്ട് കിച്ചൺ വരെയുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾ ഡെയിലി 100% ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ചിലതൊക്കെ ഡെയിലി ഉപയോഗിക്കും, ചിലതൊക്കെ വല്ലപ്പോഴും ഉപയോഗിക്കും, മറ്റു ചിലതൊന്നും ഉപയോഗിക്കാറേ ഇല്ലല്ലേ. ചിലതെല്ലാം അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു മനസ്സുഖമെങ്കിലും കിട്ടുന്നുണ്ടല്ലേ. മറ്റു ചിലതൊക്കെ നമ്മൾ അത് നോക്കിയിട്ട് ചിന്തിക്കാറില്ലേ, ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനു വേണ്ടി ക്യാഷ് മുടക്കില്ലായിരുന്നു എന്നല്ലേ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവൂലേ, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സമയവും എല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ വരുമാനം കൊണ്ട് നിങ്ങൾ വാങ്ങിയത്. അതിപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചാൽ എന്താ, ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ. ജസ്റ്റ് ഒരു കാര്യം ഷെയർ ചെയ്തോട്ടെ. നമ്മളിപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വായിച്ചൊരു ന്യൂസാണേ. 5 വ്യക്തികൾ വിനോദയാത്രയ്ക്ക് പോയല്ലേ, ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ. ടൈറ്റാൻ എന്ന അന്തർവാഹിനിയിൽ 5 ശതകോടീശ്വരന്മാർ വിനോദയാത്രയ്ക്ക് പോയി. ന്യൂസ് എല്ലാവരും വായിച്ചതാണല്ലേ. അവർ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവർ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ, ഇന്ന കാര്യങ്ങളൊക്കെ നീ ഡീലേ, ബാക്കി ഞാൻ വന്നിട്ടായാലും ചെയ്യാം അല്ലേ, ഞാൻ ഇത്രാം തീയതി തിരിച്ച് വരും. പോകുന്നതിന് മുമ്പ് അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവുമല്ലേ. ആ ഭവനത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് അവർ ഒരിക്കൽ പോലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ, ഇനി ഒരിക്കലും ഈ ഭവനത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളാണ് അല്ലേ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മളൊരു ന്യൂസ് വായിച്ചല്ലേ, സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ബാക്കി വെച്ച് അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞെന്ന്. 100% സുരക്ഷിതമെന്ന് അവർ വിശ്വസിച്ച ഒരു യാത്രയ്ക്കാണല്ലേ അവർ പുറപ്പെട്ടത്. ഡോക്ടർമാരെയും നഴ്സുമാരെയും മാത്രമല്ല, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ ക്യാഷ് കൊണ്ട് വാങ്ങാൻ അത്ര സാമ്പത്തികം ഉണ്ടായ വ്യക്തികളാണെന്ന് അവരെല്ലാവരും അല്ലേ. ചില സമയത്ത് അങ്ങനെയാണ്, നമ്മളുടെ സമയവും നമ്മളുടെ കഴിവും നമ്മളുടെ സൗന്ദര്യവും നമ്മളുടെ സമ്പത്തൊന്നും നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വരില്ല. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ കാണാത്തൊരു ചുരുക്കമാണല്ലേ. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ വിനോദയാത്രയ്ക്ക് പുറപ്പെടാൻ സുഭാഷ് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ക്യാഷ് വല്ലതും ഉണ്ടാവുമെന്ന്. സിനിമയുടെ ഹൈലൈറ്റ് സീനാണല്ലേ, സുഭാഷിനെ കൂട്ടുകാരനെയും തൻ്റെ സുഹൃത്തുക്കൾ കയറ് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കയറ്റുന്ന സീൻ. സുഭാഷ് കുഴിയിൽ പോയപ്പോൾ സുഹൃത്തുക്കളോട് പോലീസ് പറയുന്നുണ്ട്, 13 പേര് മരിച്ച ഗുഹയാണിത്, അതായത് ഇതിൽ വീണേക്കണ ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. അതായത് 100% ചാൻസ് ഇല്ല, 100% അപകടകരമാണ് എന്ന് ഉറപ്പുള്ളൊരു കുഴിയിലേക്കാണല്ലേ കുട്ടേട്ടൻ തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങണത്. ഓൾറെഡി ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവർ കരുതിയതല്ലേ. പിന്നെ ഇനി അതിലേക്ക് ഒരു ജീവനും കൂടി നഷ്ടപ്പെടണോ എന്ന ഭയത്തോടു കൂടിയാണ് പോലീസ് കുട്ടേട്ടനെ ഇറക്കുന്നത്. സിനിമ പറയുന്ന ഒരു തീം എന്താ, ഒരാളുടെ സൗന്ദര്യവും സമ്പത്തും കഴിവും ഒന്നും ജീവൻ രക്ഷിക്കാനായിട്ട് ഉപകാരപ്പെടില്ല അല്ലേ. ജീവൻ പകർന്നു നൽകാൻ മനസ്സുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടണ്ടേ. ചിലതെല്ലാം ഷെയർ ചെയ്യണ്ടേ, ജീവൻ തന്നെ ഷെയർ ചെയ്ത് കാണിക്കണം ഒരു സിനിമയാണല്ലേ മഞ്ഞുമ്മൽ ബോയ്സ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാമോ, സുഭാഷിന് പകരം ആ ഗുണാക്കേൽ നമ്മൾ ഓരോരുത്തരാണ് കിടന്നത്, അല്ലെങ്കിൽ നമ്മളാണ് വിട്ടുപോയതെങ്കിൽ ഒരു കയറിട്ട് തന്നെ നമ്മളെ മുകളിലേക്ക് കയറ്റാൻ എത്ര പേരുണ്ടാകും. നമ്മളെ കൂടെ എപ്പോഴുള്ള
നമ്മളുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകുമോ? സംശയമാണല്ലേ. മനസ്സ് തുടങ്ങി നമ്മ പങ്കുവെക്കുന്ന പല സാധനങ്ങൾക്കും, പല ക്യാഷിനും നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാനുള്ള കഴിവുണ്ടെന്നേ പലരും അത് മനസ്സിലാക്കണില്ല. അതുകൊണ്ടാണ് പലരും പങ്കുവെക്കാൻ പിറകിലോട്ട് പോകുന്നത്. ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ പങ്കുവെക്കലിൻ്റെ? എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണതാണേ. നമ്മളുടെ മക്കൾ, നമ്മുടെ ഭർത്താവ് എല്ലാം പുറത്ത് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കാണാതെ ആകുമ്പോൾ നമുക്ക് ടെൻഷനാവൂലേ? ദൈവമേ ഇവരവിടെ പോയി. അല്ലെങ്കിൽ ന്യൂസിൽ ഓരോ വാർത്ത കാണുമ്പോൾ നമുക്ക് തന്നെ ടെൻഷനാണ് അല്ലേ? നമ്മൾ കൂടെ പോകണ്ടാനേ ഈ ഒരൊറ്റ ഗുണം മതി. എത്ര പാതിരാത്രി ആയാലും അവരുടെ രോമത്തിൽ പോലും ഒന്ന് തൊടാൻ പറ്റില്ല. തിരികെ നമ്മളുടെ അടുത്ത് തന്നെ അവരെത്തുന്നേ. ഇനി ഇൻട്രൊഡക്ഷൻ പറഞ്ഞ മെൻറ്റാലിറ്റി ഉള്ളവരോട്, അതിന് ലോട്ടറി എടുക്കാൻ മൈൻഡില്ലാത്തവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഡിന്നർ വരെ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും 100% ഹെൽത്തി ഫുഡാണോ? ചിലതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് വായിച്ചു കഴിഞ്ഞാലല്ലേ പിന്നെ ജന്മത്തിലേ നമ്മളത് കഴിക്കൂല. പിന്നെ ഇതൊക്കെ കഴിച്ചാൽ ഇപ്പം തന്നെ രോഗമൊന്നും വരില്ലല്ലോ, ഭാവിയിലല്ലേ. മറ്റ് ഓപ്ഷനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് തിന്നൂലേ. ഇനി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കുറച്ച് മെഡിസിൻസൊക്കെ കഴിക്കണമെങ്കിൽ ആ മെഡിസിൻസിൻ്റെ പുറകിൽ വാർണിംഗ് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവൂലേ, ഭാവിയിൽ ഇന്നിന്ന രോഗങ്ങൾ ഉണ്ടാകാനും ഇന്നിന്ന സൈഡ് എഫക്ട്സ് ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന്. എന്ന് വെച്ചാൽ നമ്മളാരും മരുന്ന് കഴിക്കാതിരിക്കുന്നുണ്ടോ? ഓരോരുത്തരുടെ ചിന്താഗതിയാണല്ലേ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത്. ചിന്താഗതിയിൽ മാറ്റം വരുമ്പേ ജീവിതം തന്നെ മാറും. ഒരൊറ്റ വഴി തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ സഞ്ചരിച്ച് ആരെങ്കിലും വിജയിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിസ്ക് എടുക്കാതെ ആരെങ്കിലും ജീവിതത്തിൽ വിജയിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനികളല്ലേ KFC, ചിക്കൻ, ആമസോണൊക്കെ. നിങ്ങളിവരൊക്കെ ഒരു കാലത്ത് ഏത് നിലയിൽ ഉണ്ടായിരുന്നവരാണ്, ഇപ്പോൾ ഏത് നിലയിലുള്ളവരാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എത്രമാത്രം പരാജയപ്പെട്ടവരാണെന്നറിയോ? അവരെത്ര വാതിലിൽ പോയി മുട്ടിയിട്ടുണ്ടെന്നറിയോ? പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാലേ, റിസ്ക് എടുത്തവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഇനി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോബിൽ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ദൈവം, ഇവിടെ മാത്രം ദൈവം അനുഗ്രഹിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എനിക്കൊരു കാര്യം ചോദിച്ചോട്ടെ. 10 വർഷം പുറകോട്ടൊന്ന് പോയി നോക്കാമോ? നിങ്ങൾ കണ്ട ഒരു സ്വപ്നങ്ങളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് കണ്ട നിങ്ങളുടെ അവസ്ഥ ഉണ്ടാവുമല്ലോ, ആ അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്? അല്ലാല്ലേ. സൃഷ്ടാവ് ചിന്തിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് അല്ലേ? ഇനി 10 വർഷം കഴിഞ്ഞ് നിങ്ങളെങ്ങനെയായിരിക്കുന്നു നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലേ. നിങ്ങൾ ചിന്തിക്കുന്ന വഴിയല്ല, മറ്റൊരു വഴിയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലേ. വല്ലപ്പോഴൊക്കെ ഒരു ലോട്ടറി എടുക്കാം. ഡെയിലി ലോട്ടറി എടുക്കണമെന്ന് ഞാൻ ആരോടും പറയില്ല. ബമ്പർ പോലെയുള്ള ലോട്ടറികളല്ലേ എന്തായാലും നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു പടി നിങ്ങളെ ഉയർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ലോട്ടറിയിലൂടെ ആണെങ്കിലോ? ലോട്ടറി 100% ജെനുവൻ ആണോ എന്ന് സംശയമുള്ളവർക്കും കൂടി പരീക്ഷിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ബമ്പർ ലോട്ടറി. ബമ്പർ ലോട്ടറി വർഷത്തിൽ 6 പ്രാവശ്യം ഇല്ലല്ലോ. ചെറിയ എമൗണ്ട് മുടക്കിയ വലിയ എമൗണ്ട് കിട്ടുന്ന ഒരു പരിപാടിയല്ലേ. ഇനി കാശ് മുടക്കി ലോട്ടറി എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ചില ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമുക്കിപ്പോൾ സമ്മാന കൂപ്പൺ കിട്ടണമുണ്ടല്ലേ, അങ്ങനെയെങ്കിലും ബാങ്കിൽ പരീക്ഷിക്കുക. എല്ലാവർക്കും ഭാഗ്യമുണ്ടെന്നേ, അതുകൊണ്ടല്ലേ നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ട് ജനിച്ചത്. മനുഷ്യ ജന്മം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം ഉള്ളവർക്കല്ലേ ലഭിക്കുള്ളൂ. ചിന്താഗതികൾ മാറുമ്പോൾ ജീവിതം മാറുന്നേ.